محمد يا رب صل عليه وسلم. പരിശുദ്ധമായ ഖുർആന്റെ ഫാത്തിഹ സൂറത്ത് നിസ്കാരത്തിൽ വരുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നുള്ള വിഷയത്തിലാണ് ചർച്ചയാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചൊല്ലുമ്പോൾ പരിശുദ്ധമായ ഫാത്തിഹ സൂറത്തിലെ ഓരോ വിഷയങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ചൊന്തു. ഇനി പരിശുദ്ധമായ ഖുർആന്റെ ഓരോ അക്ഷരത്തെ മഖാരിജുകൾ, അതിലെ മഖ്റജുകളും കൂടി ശ്രദ്ധിക്കണം. മഖ്റജ് എന്നെങ്കിൽ ആ ഓരോ അക്ഷരം ഏത് ഭാഗത്തിൽ നിന്ന് ഉച്ചരിക്കണേ ആ ഭാഗത്തിൽ തന്നെ ഉച്ചരിക്കണം. ഉദാഹരണത്തിലേക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ ഫാത്തിഹ സൂറത്തിലുള്ള ഒരു അക്ഷരമാണ് ലാദ് ചൊല്ലുന്ന അക്ഷരം. ആ ലാദ് ഓടെ ഉച്ചരിക്കണേ അവിടെ തന്നെ ഉച്ചരിക്കും. അപ്പൊ ലാദും വരുമ്പോ ലാണ്ട് വരുമ്പോ ഓടേക്ക് നാവ് തട്ടണേ അവിടേക്കേ നാവ് തട്ടിട്ട് ഓതണുണ്ട്. ഓടേക്ക് നാവ് തട്ടണേ അവിടെമേ നാവ് തട്ടിട്ട് ഓതണുണ്ട്. അപ്പൊ ഇന്നലെ ചൊന്നില്ലേ ഓരോ പിന്നെ നാവ് ഓടേക്ക് തട്ടണേ ലാ ചൊല്ലുമ്പോ നാവിടെ സൈഡ് മേലെ അനപ്പല്ലുടെ ഭാഗത്തേക്കാണ് നാവ് തട്ടേണ്ടത്. അങ്ങനെ ഓതിയെങ്കിൽ മാത്രം അത് ലാദായി. അപ്പൊ അങ്ങനെ ഓതിയാൽ മാത്രമേ ഫാത്തിഹ ക്ലിയർ ആയിട്ടുള്ള ഫാത്തിഹ അവിടെ. പിന്നെ അതുപോലെ വേറെ ഏതെല്ലാം ഉദാഹരണങ്ങൾ ലാദ് മാത്രം തന്നെ, അതല്ലാത്ത വേറെ എന്തും. പിന്നെ ഫലൗ അബ്ദല ഖാദിറുൻ, ഒരാൾക്ക് ഓതകു ഹർഫ് തട്ടാട്ടിട്ട് ഹർഫ് ടച്ചാക്കിയിട്ടേ ഓതക ഒരാൾക്ക് സാധ്യമുണ്ട്, കഴിവെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ഔമിൻ അംകനഹു തഅല്ലുമ, ഇത് കറക്റ്റ് പഠിക്കണ വിഷയം. ഒരാൾക്ക് ഫാത്തിഹ പഠിക്കുള്ള സൗകര്യം കൂടിയുണ്ട്. ഇങ്ങനെ ഇപ്പൊ ഫാത്തിഹ ക്ലിയർ ആയിട്ട് ഓതുകയുള്ള സാധ്യതയില്ല, പക്ഷെ പഠിക്കുള്ള സാഹചര്യമുണ്ട്. അപ്പൊ പഠിക്കുക സാഹചര്യം എന്ന ആളും അതുപോലെ ഫാത്തിഹയുടെ തെറ്റ് തപ്പില്ലാണ്ട് അക്ഷരങ്ങൾ പരിഗണിച്ചിട്ട് ഓതുക സാധ്യതയുള്ള ആൾ, ഈ രണ്ട് സാധ്യത, ഒന്നും അർഫ് പഠിക്കുക സൗകര്യമുള്ള ആളും അതുപോലെ ഫാത്തിഹ ഓതുക കഴിവുള്ള ആളും. ഇങ്ങനെ ഒരാള് ഒരു അക്ഷരത്തെ വേറൊരു അക്ഷരമായിട്ട് ബദലാക്കിയെങ്കിൽ, ഒരക്ഷരത്തെ വേറൊരാള് തീരെ தெரியாത്ത ആളെ വിഷയമല്ല. കാരണം ഫാത്തിഹ പഠിക്കുള്ള സൗകര്യമേ ഇല്ല, ഏതോ ഒരു കാട്ടിൽ പോയിട്ട് ജീവിക്കുന്ന ആൾ, അങ്ങനെ മുട്ടാറ് ഉസ്താദുമാർ പോണില്ല, അല്ലെങ്കിൽ ഇൽമ പഠിപ്പാട്ടിറങ്ങില്ല, അങ്ങനത്തെ വിഷയമല്ല ചെന്ന് അങ്ങനെ ചിലപ്പോൾ മാഫുണ്ട്. അതല്ലാണ്ട് പഠിക്കുള്ള സാഹചര്യമുണ്ടോ അതുപോലെ ഫാത്തിഹ ഓതുള്ള കഴിവ് ഉണ്ടേലുണ്ട്, എന്ത് തടസ്സമില്ല, നാവ് മരില്ല, അങ്ങനെ എന്തില്ല, എല്ലാം ഉണ്ട്. എന്നിട്ട് പോലും ഒരു അക്ഷരത്തെ ബദലാക്കി. ഏതുപോലെ ഒരു ലാദിനെ ലാദ് നാച്ചൊന്നല്ല ഇപ്പൊ എവിടെ തട്ടണു, ആ ലാദ് പകരം ലാദാക്കിയിട്ട് മതിയാൽ ലാദ് തിങ്ങാമത്തല്ലേ. പിന്നെ ലാദ് വലം ചൊല്ലുമ്പോൾ ലാദ് പകരമായിട്ട് ഈ അക്ഷരം മതിയാൽ. ഇപ്പൊ അവിടെ ഉള്ള അക്ഷരം ഏത്? ഈ അക്ഷരമാണ് അവിടെ ഉള്ളത്. അതിക്ക് പകരമായിട്ട് എന്താ മതിയെ? ഈ അക്ഷരം ഇല്ല അവിടെ ഉള്ളത്. ചൊല്ലുമ്പോ ഈ അക്ഷരം ഇല്ല, പുല്ലുള്ള ഈ അക്ഷരം. ഇത് അതിക്ക് പകരം ഈ അക്ഷരത്തിന് പകരമായിട്ട് ഈ അക്ഷരം കൊണ്ടുവന്നേ. ഈ അക്ഷരം ഇതോടെ തട്ടണായ, ഇത് നാവിടെ സൈഡ് മേലെ പല്ലുടെ സൈഡിൽ തട്ടണായതല്ല, പിന്നെ നാവിടെ കൊടി എതിർത്ത പല്ലുടെ ഈ കൊടി ഭാഗത്ത് തട്ടണായ പെർഗത്ത് അവിടെയൊക്കെ തട്ടായിട്ടൊരു അക്ഷരം. അപ്പൊ ആ വാതിരെ ഈ അക്ഷരം പരിഗണിച്ചിട്ട് ഓതി. അപ്പൊ വലീട്ട് ഒരാൾ ഓതിയാൽ അങ്ങനെ അങ്ങനെ ചേഞ്ച് ആക്കിയിട്ട് ഓതി. അങ്ങനെ ഓതിയെങ്കിൽ അവന്റെ നിസ്കാരം ബാത്തിലാവും, ഫാത്തിഹ ബാത്തിലാവും. കാരണം അവനക്ക് പഠിക്കുള്ള സാഹചര്യമുണ്ട്, അവനക്ക് ഓതുള്ള സാഹചര്യം കൂടിയുണ്ട്. എന്നിട്ട് അവൻ അങ്ങനെ ആക്കിയെങ്കിൽ അവന്റെ നിസ്കാരം ബാത്തിലാവൂ. ഔ ലഹ്നൻ യുഗയ്യിറുൽ മാന, അല്ലെങ്കിൽ ഒരു ഫാത്തിഹത്തെ ഒരു അക്ഷരം ഓതി പക്ഷെ അവിടെ അർത്ഥമേ ചേഞ്ച് ആയിട്ട്, അങ്ങനെയാണെങ്കിലും അവന്റെ ഫാത്തിഹ ബാത്തിലാവും. ഫാത്തിഹ ബാത്തിലായെങ്കിൽ പരിശുദ്ധമായ ഖുർആനും കൂടി പരിശുദ്ധമായ നിസ്കാരം കൂടി ബാത്തിലാവും. ഏതുപോലെ ഒരാൾ അൻഅംതയിലുള്ള താഗ് എന്താക്കിയാറ്, താഗ് ഫത്ത് അല്ലേ, അൻഅംത അലൈഹിം ഫത്ത് അല്ലേ, അതിക്ക് പകരമായിട്ട് ഒരാൾ അൻഅംതിന്റെ വന്നിട്ട്, എന്നാൽ അവിടെ അർത്ഥമേ ചേഞ്ച് ആയിട്ട്. കാരണം അള്ളാഹുഗാണ് അൻഅംത ചൊല്ലെ, അള്ളാഹു നിഅമത്ത് നൽകിയ ആളെ റൂട്ടിലുണ്ട്. അതിനർത്ഥം അവിടെ ഒരു പെണ്ണ് ഉപയോഗിക്കണമെങ്കിൽ എത്ര ലമീർ അവിടെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ കാഫി ഇയാക്കലുള്ള കാഫ് എന്താക്കിയിട്ട് കസർ കൊടുത്തേ, കസർ കാഫി ഇയാക്കി നഅ്ബുദു വ ഇയ്യാക്കി നസ്തഈൻ ഓതി. എന്നാൽ അതെല്ലാം നിസ്കാരം ബാത്തിലാണ്. ഫൈൻ തഅമ്മദ ദാലിക, ഇത് ഒരാൾ കരുതി കൂട്ടിയിട്ട് ഇങ്ങനെ ആക്കിയെങ്കിൽ, അല്ലെങ്കിൽ അലിമ തഹറമഹ, അത് പിന്നെ ഹറാമാനുണ്ട് കൊന്നിട്ട് ഇങ്ങനെ ആക്കി ഹറാമോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മേയോതിരെ ചൊന്നിട്ട് കരുതി കൂട്ടിയിട്ട് ഓതിയാൽ ബത്തലത്തു സ്വലാത്തുഹു, അവന്റെ നിസ്കാരം ബാത്തിലായിട്ട്. അത്തരം ഗൗരവമുള്ള വിഷയമാണ് ഫാത്തിഹ. അതുകൊണ്ട് ഫാത്തിഹയുടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ ഓതണം. ഇൻഷാ അല്ലാഹ് ഇനി വേറെ ഒരുപാട് വിഷയമുണ്ട്, അത് ഇൻഷാ അല്ലാഹ് എൻ്റെ ക്ലാസ്സുകളിൽ ചൊല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഹക്ക് പോലെ ഓതുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഫാത്തിഹയുടെ ഹക്കുകൾ പരിഗണിച്ച് തന്നെ ഓതുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് പിരിയാം.